ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഓണ വെക്കേഷനെല്ലാം കഴിഞ്ഞ് ഇപ്പം എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ബാക്കി റൂംമേറ്റ്സ് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ തന്നെ വന്നു, കാരണം ഞാൻ ദൂരം ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിട്ടാൽ അങ്ങനെ ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്നലെ തന്നെ വന്നു. പിന്നെ ഇന്ന് കുറച്ച് ഹോംവർക്കും അസൈൻമെൻറ്റെല്ലാം ചെയ്യാനുണ്ട്, അതെല്ലാം ഞാൻ ഇന്നലെ തന്നെ ചെയ്ത്. പിന്നെ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് നമുക്ക് കുറച്ച് പഠിക്കാം. പിന്നെ ഞാൻ റൂം ടൂർ ഒന്നല്ല, എന്നാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കറൻ്റ്ലി ഇപ്പം എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ. ഇതെൻ്റെ ബെഡ്. എനിക്ക് ഇവിടെയെല്ലാം കുറച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ വഴക്ക് പറയുന്നത് കൊണ്ട് എന്നാലും ഞാൻ കുറച്ചെല്ലാം ചെയ്യും എന്ന് തോന്നുന്നു, ഫൈൻ അടിച്ചില്ലെങ്കിൽ. ഓക്കെ, ഹായ് ഗായ്സ്, ഇത് ഓണ വെക്കേഷനിലേക്ക് സെക്കൻഡ് ഡേ. ഇന്നലെ ഭയങ്കര ബിസി ഇത്, കാരണം വെക്കേഷൻ കഴിഞ്ഞ് വന്നുകൊണ്ടാണ് തോന്നുന്നു. ക്ലാസ്സിൽ ഒരുപാട് വർക്ക്സ് വന്നു, പഠിക്കാനും എഴുതാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ നൈറ്റ് ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ ഒരു അസൈൻമെൻറ്റ് തന്നായിരുന്നു, അതിന് ലൈക്ക് നമ്മൾ ബുക്ക് കൊണ്ടുപോയി നമ്മൾ അതിന് ഒരു പ്രൊജക്റ്റ് പോലെ ആക്കണം. അതിൻ്റെ ഫ്രണ്ട് പേജ് ഞാനായിരുന്നു ആക്കിയത്, പക്ഷേ ആക്കി വന്നപ്പോൾ LKG കുട്ടികളെ വൈബായിപ്പോയി. സാരമില്ല, മിസ്സ് കണ്ടിട്ടൊന്നും പറയില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, ഓണ വെക്കേഷൻ കുഴപ്പമില്ല, പക്ഷേ എല്ലാ കൊല്ലമുള്ളത്ര സൂപ്പറല്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് കോളേജിലും ഹോസ്റ്റലിലൊക്കെ ഓണ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ഒന്നും തോന്നിയില്ല, കുഴപ്പമില്ല. അങ്ങനെ ഇനി ഞാൻ വീട്ടിൽ പോകുന്നുണ്ടാവുക ഡിസംബറിലായിരിക്കും, അതായത് 3 മന്ത് കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് മന്ത് നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽസ് തുടങ്ങണം, പിന്നെ നവംബറിൽ സെക്കൻഡ് ഇൻറ്റേർണൽസ്, ഡിസംബറിൽ ഫസ്റ്റ് സെം എക്സാം. ഈ ഓഡ് സെമ്മ് കഴിഞ്ഞാൽ പിന്നെ ഈവൻ സെമ്മ് തുടങ്ങില്ല. ഈവൻ സെമ്മിന് നമ്മൾ കോളേജിൽ കുറേ പരിപാടീസ് ഉണ്ട്, ലൈക്ക് ഫെബ്രുവരി എല്ലാം ആകുമ്പോൾ ഒരു 1 വീക്ക് ഫുൾ പരിപാടിയാണ്. പിന്നെ ഈവൻ സെമ്മിൽ പൊതുവെ എല്ലാ കൊല്ലവും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ 4 കൊല്ലവും IV ഉണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് സെമ്മ് നന്നായിട്ട് പാസ്സായി. നെക്സ്റ്റ് സെമ്മിനേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഹായ് ഗായ്സ്, വീട് വന്നു ഗായ്സ്. ഞാൻ ഇപ്പം ഇവരെല്ലാവരെയും പിടിച്ചു വെച്ചിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 2 ദിവസം മുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഇല്ലാണ്ട് അവസാനിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരുടെയും നാട്ടിൽ പോയിട്ട് ഓണം എക്സ്പീരിയൻസ് കാര്യങ്ങളിലൊക്കെ അറിഞ്ഞിട്ട് ഒരു വ്ളോഗ്. പക്ഷെ നമുക്കായിരിക്കും ഇപ്പോൾ സമയം കുറച്ച് കുറവാണ്, കാരണം നാളെ എന്തുണ്ട്, നാളെ മൊഡ്യൂൾ എക്സാമാണ്. ഇവർക്ക് 2 പേർക്കില്ല. ഞാൻ പറഞ്ഞില്ല 9 ആളാണ് ഒരു ടീം. അപ്പോൾ അതിൽ പകുതി ആൾക്കാർ വേറെ ക്ലാസ്സിലും പകുതി ആൾക്കാർ വേറെ ക്ലാസ്സിലാണ്. ഇവർക്കില്ല, പക്ഷെ നമുക്ക് നാളെ എക്സാം ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ടെസ്റ്റ്. അധികം ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് അടുത്ത് തന്നെ വരും. ഓക്കെ, എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി പറയൂ, എല്ലാവരുടെയും ഓണ എക്സ്പീരിയൻസ് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ? എൽസി അതിരപ്പള്ളിയൊക്കെ പോയി. ആലുവക്കാരും സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ നിങ്ങൾ 3 പേരും സിനിമ കണ്ടു തോന്നല്ലേ? ഞാൻ മാത്രമേ കാണാൻ ബാക്കിയുള്ളൂ. എനിക്ക് അടി. ഓക്കെ, ഓക്കെ, ഇങ്ങനെയല്ലാന്ന് എടുത്ത കാര്യങ്ങൾ. അന്ന എവിടെയൊക്കെ പോയി ഓണ വെക്കേഷൻ? മമ്മി വീട്ടിൽ പോയി. ഓക്കെ, അന്നയും റോസും നമുക്ക് വരുമ്പോ എന്ത് കൊണ്ടുവന്നു? കോഴിക്കോടുന്ന്. ഓക്കെ, കോഴിക്കോട് ഹൽവ കൊണ്ടുവന്നു ഗൈസ്. നല്ല ഹൽവയായിരുന്നു. അതിന് നമുക്ക് നാളെയും കൂടി കോളേജിൽ പോകണം. ഇന്ന് നമ്മൾ കോളേജിന്റെ മേളിൽ പോയിട്ട് എന്തായി പറ? ട്രിപ്പിളിയുടെ ബിൽഡിംഗ്, അബ്ദുൽ കലാം ബ്ലോക്കിന്റെ ബിൽഡിങ്ങിന്റെ 7th ഫ്ലോർ. നല്ല ഭംഗിയുണ്ടായിരുന്നു. യെസ്, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ഭംഗി. അതെ, ശരിയാ. പക്ഷെ ഫോട്ടോ എടുക്കാൻ നല്ലൊരാൾ വേണം. അതെ, ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ നാളെ അഥവാ തീരത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വയലോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.